ഇന്നാണ് കേട്ടോ ഗായ്സ് ആ ദിവസം നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ അംഗൻവാടി പോകുന്ന പ്രവേശനോത്സവം ആയിരുന്നു കേട്ടോ ഇന്ന്. ഇത് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് അംഗൻവാടി പോകാൻ പ്രായമായിട്ടുള്ള ഒരാൾ കേട്ടോ. മിതുട്ടത്തി നല്ല ഹാപ്പി ആയിട്ടാട്ടോ അംഗൻവാടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞാനൊക്കെ ഓർക്കായിരുന്നു, ഞാനൊക്കെ പണ്ട് അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് നല്ലോണം കരഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ ഞങ്ങളുടെ അംഗൻവാടി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളാണ് ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് കേട്ടോ ഞാനൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞു അംഗൻവാടി കേട്ടോ ഇത്. ലിയോക്കെ ആണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് കൈ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ. ഓൻ കിട്ടിയ ഗ്യാപ്പിൽ ഇത് പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അതോടെ മെല്ലെ വെച്ചിട്ട് ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ കാണാനും കളിക്കാനും ഒക്കെ. പിന്നെ ഇത് എപ്പോഴും അംഗൻവാടി വരുമ്പോൾ ഒരു പതിവാണ് നമ്മുടെ തൂക്കം നോക്കാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇതെൻ്റെ കണ്ണിൽ പെട്ടത്. ഇതാ ഓരോ കുട്ടികൾക്കും ഓരോ വയസ്സിൽ വേണ്ട വെയിറ്റും ഹൈറ്റും ആണ് കേട്ടോ ഇത്. അതിൻ്റെ ചാർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിയോയ്ക്ക് ആവശ്യം വരുമല്ലോ. അങ്ങനത്തെ ഓരോരുത്തരായി വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലിയോ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒന്ന് കമ്പനി ആവാൻ നോക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ അവർക്ക് അതൊന്നും ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ അംഗൻവാടി വന്നതിൻ്റെ സങ്കടത്തിലും കരച്ചിലൊക്കെ ആയിരുന്നേ. അതിൻ്റെ ഇടയിൽ നമ്മൾ അംഗൻവാടിയിലാക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ആളുടെ മനസ്സൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു വിധത്തിലും മിതുട്ടനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഇത് എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ കുട്ടികളൊന്നും. ആരും അങ്ങനെ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നേ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കും കൂടെ കിട്ടിയിട്ടോ മിഠായി. അങ്ങനെ ലിയോ മിഠായി കഴിച്ച് അത് ഡ്രസ്സിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിയുള്ള കുട്ടികളടുത്തുള്ള മിഠായും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ലിയോ ഭയങ്കരമായിട്ട് വാശി കാട്ടായിരുന്നേ. അങ്ങനെ ഇവരും കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും ലിയോയും കൂടി തിരിച്ചു പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അനിയത്തിക്ക് വിളിച്ചപ്പോൾ അമ്മ അനിയത്തിയും കൂടെ പൂക്കോട്ടിലുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങളിത് അവരുടെ അടുത്തേക്കാട്ടോ പോയത്. അങ്ങനെ ഇതാ ബേക്കറി കയറി കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് മിഠായികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്.